ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണെന്ന് വ്യോമസേന. വിശദാംശങ്ങൾ പിന്നീട് പങ്കുവെക്കും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് സൈന്യം. അതേസമയം ദില്ലിയിൽ നിർണായക യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നിർണായക യോഗങ്ങളുടെ തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ്, വാർത്താ സമ്മേളനം ഉണ്ടാകില്ല എന്നാണ് അറിയുന്നതും. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ? ആദ്യം തീർച്ചയായും അതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നാണ് ഇപ്പോൾ വ്യോമസേന അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ വെടിനിർത്തലും അതിർത്തിയിലെ സംഘർഷത്തിനും സമാധാനപരമായൊരു നീക്കവും ഇന്ത്യ നടത്തുന്നുണ്ട് എങ്കിലും, പാകിസ്ഥാൻ അതിനോട് സഹകരിക്കുന്നുണ്ടെങ്കിലും, അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദത്തിനുള്ള പിന്തുണ, ഭീകരവാദം, അതിനെതിരായുള്ള യുദ്ധം എന്ന അർത്ഥത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയത്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല, പാകിസ്ഥാനെതിരെയുമല്ല, മറിച്ച് പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെയാണ്. ആക്രമിച്ച ഇതെല്ലാം ഭീകര കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം ഭീകരതയെ തോൽപ്പിക്കുക എന്നതായിരുന്നു. പ്രത്യേകിച്ച് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരവാദം, ആ ഭീകരവാദത്തെയും ഭീകരവാദ കേന്ദ്രങ്ങളെയും തകർക്കുക എന്നതായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ലക്ഷ്യം, ഇന്ത്യൻ സൈന്യത്തിൻ്റെ ലക്ഷ്യം. അതാണ് നടത്തിയതും, അത് വിജയകരമായി നടത്തുകയും ചെയ്തു. അതിൽ കൂടുതൽ പ്രഹരം പാകിസ്ഥാൻ ഏറ്റു എന്നത് പാക് മാധ്യമങ്ങൾ തന്നെ ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ലോകത്തെ അറിയിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വലിയ വിജയം സാധ്യമാകുമ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ പാലിച്ചാൽ തന്നെയും സിന്ദൂർ തുടരും. അത് ഭീകരതയ്ക്കെതിരായുള്ള ആക്രമണമാണ് എന്ന തരത്തിൽ. പിന്നീടുള്ളത്, ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ ഭീകരതയെ എതിർക്കാൻ വിജയിച്ചുവെങ്കിലും നയപരമായ വിഷയങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാൽ, ട്രംപിൻ്റെ അവകാശവാദം ട്രംപ് ഉന്നയിച്ചു. ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിലാണോ വെടിനിർത്തൽ ഉണ്ടായത്? എന്തിനാണ് അങ്ങനെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ? എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും ജനങ്ങളെ അറിയിക്കുന്നതിന് മുമ്പ് ട്രംപിന് വെടിനിർത്തലിൻ്റെ വിവരം അറിയിക്കാനായത്? ഇത്യാദി ചോദ്യങ്ങളാണ് മോദി സർക്കാരിനെതിരെ വിരലായി ഉയരുന്നത്. ഇപ്പോൾ അബ്ദുൾ റഷീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നിർണായക യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വസതി നടക്കുന്ന. ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്? സേനാ മേധാവികളുണ്ടോ? ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണ്? അതിൻ്റെ സൂചനകളുണ്ടോ? മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയ നിവാരണം എങ്ങനെ നടക്കും? വാർത്താ സമ്മേളനം വിളിക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? നേരത്തെ 11 മണിയോടുകൂടി വാർത്താ സമ്മേളനം അറേഞ്ച് പിന്നീട് അത് നീട്ടുകയുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ദില്ലിയിലെ ലോക്കൽ മാർഗിലുള്ള വസതിയിൽ വെച്ചാണ് യോഗം നടന്നിട്ടുള്ളത്. പ്രധാനമായും സംയുക്ത സേനാ മേധാവിയും അതോടൊപ്പം മറ്റു കരസേന, നാവികസേന, വ്യോമസേനയുടെ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതോടൊപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും. ശരി, റഷീദാണ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. എന്തായിരുന്നാലും പാകിസ്ഥാനിലെ റഹീം യാർ ഖാൻ വ്യോമത്താവളം അടക്കം ഇന്ത്യ തകർത്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പാക് മാധ്യമങ്ങൾ തന്നെയാണ്, പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ തന്നെയാണ്. ഡോൺ അടക്കമുള്ള പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വിക്ഷേപിച്ചു എന്നും ഇപ്പോൾ പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാണ്. ഭീകര കേന്ദ്രങ്ങളെ, അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലായാലും പാകിസ്ഥാൻ്റെ അതിർത്തിക്കുള്ളിലായാലും ഭീകരതയ്ക്കെതിരായ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നതിൽ ഇന്ത്യൻ സേന വലിയ അർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല, പ്രത്യാക്രമണം എന്ന നിലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെയൊക്കെ കൃത്യമായി ഇന്ത്യൻ മണ്ണിനെ രക്ഷിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കാനും ഇന്ത്യൻ സേനയ്ക്കായി എന്നുള്ളതാണ് ഏറ്റവും അടയാളപ്പെടുത്തേണ്ട ഒന്ന്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് പറയുന്നത്. അത് വെടിനിർത്തൽ കരാർ അതുപോലെ പാലിക്കും, പക്ഷേ ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന അർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. അബ്ദുൾ റഷീദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? യോഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സേന വിഭാഗങ്ങളോ ഇതുവരെയും പങ്കുവച്ചിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് സേനാ വിഭാഗങ്ങളുടെ മേധാവികൾ പങ്കെടുത്തിട്ടുണ്ട്. നിർണായകമായിട്ടുള്ള യോഗം തന്നെയാണ് ചേർന്നിട്ടുള്ളത്. കാരണം ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു വെടിനിർത്തൽ കരാറിന്റെ ലംഘനം ഉണ്ടായിരുന്നു.
ഇതിനോടകം തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി മുന്നോട്ട് പോകുമെന്ന് സേനാ വിഭാഗം. അബ്ദുൾ റഷീദ്, ഈ ഓപ്പറേഷൻ സിന്ദൂർ തുടരുമെന്ന് വ്യോമസേന അറിയിച്ചു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അജിത് ഡോവൽ അടക്കമുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അടക്കമുള്ള കരസേനാ മേധാവിമാരടക്കമുള്ളവരുണ്ടായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ, അത് യോഗം പൂർത്തിയായി. പിന്നീട് ഈ ട്രംപ് ഉയർത്തിവിട്ട ഒരു വിവാദം, മൂന്നാം കക്ഷിയുടെ ഇടപെടൽ, ഇതൊരു വിവാദമായി രാഷ്ട്രീയമായി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് സമഗ്രമായ വിവരങ്ങൾ? അജിംഷാദ്, അങ്ങനെ തന്നെയാണ്. ഈ ട്രംപിൻ്റെ ഇടപെടലുമായിട്ടുള്ള ഒരു വിശദീകരണം ലോകമെമ്പാടുമുള്ള ജനത കേട്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാതോർത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആദ്യം ഈ ഒരു ഉഭയകക്ഷി കരാറിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ മൂന്നാമതൊരു കക്ഷി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുകയും പിന്നീട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വിശദീകരണം വരികയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ ചോദ്യത്തിൻ്റെ ഒരു മുൻമുനയിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മായി ബന്ധപ്പെട്ട വിശദീകരണം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സേനാ മേധാവികളും അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര അതോടൊപ്പം മറ്റു കേന്ദ്ര തലത്തിലുള്ള ഉന്നത നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ യോഗത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നാളെയാണ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. 12-ാം തീയതി, അതായത് തിങ്കളാഴ്ച നടക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് സംഘർഷ മേഖലകളിൽ ഇപ്പോഴും ചില ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്ന് നാളെയാണ് ചർച്ച നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതിലും. യോഗം അവസാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം പാർലമെന്റിന്റെ ഈ പ്രത്യേക സമ്മേളനങ്ങൾ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഒരു കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഒരു വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയും പരിശോധിച്ച് വരികയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും യോഗത്തിൽ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ യോഗം അവസാനിച്ചിരിക്കുകയാണ്. അതേസമയം ഈ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവരം ഇതുവരെയും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ അടക്കമുള്ള ഇടപെടൽ എന്താണ് എന്നുള്ളതും, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്തിനാണെന്ന് മറച്ചു വെക്കുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ നയതന്ത്ര വിദഗ്ധരടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ യോഗം അവസാനിച്ചിരിക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ഓപ്പറേഷൻ സിന്ദൂരും അതിൻ്റെ തുടർ ചലനങ്ങളെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് നൽകിയത്.